ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സുഗിയൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ ചെറിയൊരു പുതുമ കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. എന്താ പറയുക, നമുക്ക് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നോക്കുമ്പം കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, നല്ല സോഫ്റ്റാണ് കേട്ടോ അതിൻ്റെ കോട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളിലായാലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചെറുപയറൊക്കെ വെച്ചിട്ടുള്ള ഒരു കൂട്ടാണ്. അപ്പം എന്താ ഞാനിവിടെ ഒരു 1.5 കപ്പ് ചെറുപയർ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് പയറിന് ഞാനൊരു 3 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ഒരു 5-6 വിസിൽ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പാകമായിട്ട് കിട്ടും. വിസിൽ ഫുള്ളായിട്ട് വീണ ശേഷം വിസിൽ ഫുള്ളായിട്ട് പോയി കഴിഞ്ഞ ശേഷം മാത്രം മൂടി തുറക്കുക. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് വേവായിട്ടുണ്ടാവുക. അത് ആയ ശേഷം ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായി. ആ സമയത്ത് നമ്മളുടെ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടി, പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഞാൻ അല്പം നമ്മളുടെ ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മാവ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. സാധാരണ സുഗിയൻ ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കി വന്നപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാ, അടിപൊളിയാണെന്ന് പറഞ്ഞായിരുന്നേ. അപ്പം എന്താ നമ്മളതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൂട്ട് പൊന്തി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ടേ. ഞാനൊരു 4 കട്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ശർക്കര തിളപ്പിക്കാൻ വെച്ചതിൽ ഞാൻ ഒരു 2 ഏലക്കായ കൂടെ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ശർക്കര ഒന്ന് നന്നായി മെൽറ്റായി വന്ന ശേഷം അതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ച ചെറുപയർ ഞാൻ ചേർത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു ശർക്കരയൊക്കെ അതിൻ്റെ അകത്ത് നന്നായി പിടിക്കണം. അപ്പോൾ അതുവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഞാനിപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാം. അപ്പം തേങ്ങ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണതിൻ്റെ ടേസ്റ്റ് കൂടും തേങ്ങ ചേർക്കുമ്പോൾ. അപ്പം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി ഫുള്ളായിട്ടില്ല, ഒരു മുറിൻ്റെ 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒത്തിരി പേര് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അപ്പം അവരോടൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണേ. അത് വായിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കാതെ. പിന്നെന്താ നമ്മൾ നന്നായി തേങ്ങ ചേർത്തിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ടോ. ഇതിൽ ടേസ്റ്റ് കൂടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ നെയ്യ് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതൊന്ന് നന്നായി ഉടച്ച് ആ ശർക്കരയൊക്കെ ഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ച ശേഷം അത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് വറ്റിയെന്നും കാണുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമ്മളത് ചെറിയ ഉരുളകളാക്കി എടുക്കുവാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ച് ഉരുളകളാക്കി എടുക്കുന്നുണ്ടേ. ബാക്കിയുള്ള കൂട്ടും കൂടെ ഞാൻ ഇതേപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും 2 ആൾക്കാർ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ വൈകുന്നേരം 5 മണി 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതിൻ്റെ നല്ല ദേഷ്യത്തിലാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആളൊന്നും പറയണില്ല. പിന്നെയാണ് മനസ്സിലായത് ചായേൻ്റെ കടി ഒന്ന് സുഗിയൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആൾ എണീറ്റ് വന്നിട്ട് ഉമ്മി ഇത് ഉണ്ടാക്കിയില്ലല്ലേ എന്ന് ചോദിച്ചിട്ട് പിണങ്ങിയിരിക്കുകയാണ് കാണുന്നത്.
അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ ആൾ ഓടിപ്പോയതാണ് അവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ സുഖിയനുള്ള ഉരുളകളൊക്കെ ഞാനിവിടെ എല്ലാതും ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചട്ടിയൊക്കെ വെച്ച് ഞാനിവിടെ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഓയിലൊക്കെ ഒഴിച്ച് ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് നേരെ പൊരിച്ചെടുക്കാം. പിന്നെ ഈ ചട്ടി കണ്ടിട്ട് ആരും എന്നെ കളിയാക്കരുത്. ഇത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുമ്പം തൊട്ടിട്ട് ഉള്ളതാണ് കേട്ടോ. ആദ്യം തറവാട്ടിലായിരുന്നു എല്ലാവരും, പിന്നെ അവിടെ നിന്ന് ഇക്കാൻ്റെ വീട്ടിലോട്ട് മാറി, അവിടെ നിന്ന് ഇവിടേക്ക് വന്നു. അപ്പോൾ 3 വീടുകൾ മാറി മാറി വന്നിട്ടുള്ളൊരു ചട്ടിയാണ് കേട്ടോ. ഇതുവരെ അതിന് ഞെളുക്കൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഭയങ്കര ഒരു രാശിയാണെന്നൊക്കെ പറയില്ല, അതേപോലെയാണ്. എവിടെ കൊണ്ട് കളഞ്ഞാലും അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ള പോലെയാണ്. അപ്പം ഇങ്ങോട്ടേക്ക് പോന്നപ്പോൾ ഉമ്മ അതെടുത്ത് ഇങ്ങോട്ട് പോന്നു. അപ്പം അതാ നമ്മളെ സുഖിയനൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, നല്ല സോഫ്റ്റാണ് അതിൻ്റെ ആ ഒരു കോട്ടിങ്ങും ഉള്ളിലത്തെ നമ്മളുടെ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ കൂടെ ആകുമ്പം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സുഖിയൻ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പം എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.